ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ഹിനസ് വേൾഡ്. ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പം ഇന്ന് ഞാനൊരു സ്റ്റഡി ചെയ്യുന്ന വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അപ്പം അതാണ് എനിക്കിവിടെ അതിൻ്റെ ഇടയിൽ ഫോണിൽ തോന്നെ മെസ്സേജ് വരുന്നുണ്ട്. ഞാൻ പിന്നെ ഒരു പെരുന്നാളിന് ഇപ്പം കഴിഞ്ഞ പെരുന്നാളിൻ്റെ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തില്ല. അപ്ലോഡ് ചെയ്യണം. ചെറിയ പെരുന്നാളിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ സ്കൂൾക്ക് തോന്നെ വർക്കൊക്കെ ഉണ്ട്. അപ്പം ആ വർക്ക് ചെയ്യുന്നത് വരായിട്ടും സ്റ്റഡി ചെയ്യുന്ന ഒരു വീഡിയോയും എടുത്തിട്ടില്ല. അതുകൊണ്ട് ഇന്ന് എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കസിനോട് മെസ്സേജ് അയക്കുമ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്. എൻ്റെ വീഡിയോസിലൊക്കെ ഉണ്ടാവുന്നുണ്ട്, വാഹിദ പറഞ്ഞിട്ട് അവളോട് മെസ്സേജ് അയക്കായിരുന്നു. ഞാൻ ഇനി എഴുതട്ടെ. ഞാൻ എഴുതുന്നത് നിങ്ങൾക്കൊന്ന് നോക്കിത്തരാം. നാളെ ഞാൻ പഠിക്കുന്ന സ്കൂള് GGVHSS ഫറോക്കിലാണ്. അധികം പേർക്ക് അറിയാൻ മതിയാവും. അപ്പം ഞാൻ തോനെ ന്യൂസ് നമുക്ക് എഴുതാണ്ടാവും, കണ്ടില്ലേ? അങ്ങനെ ന്യൂസ് എഴുതാണ്. ഇപ്പം ഞാൻ ഒരു ന്യൂസ് എഴുതുമ്പോൾ വീഡിയോ എടുക്കും. ബാക്കിയുള്ളതൊക്കെ നമുക്ക് കുറച്ച് വീഡിയോ കൊണ്ടുവന്നാൽ മതി. അപ്പം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പം നിങ്ങൾക്കൊക്കെ സ്കൂൾ തുറന്നിട്ട് എങ്ങനെ എല്ലാവരും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യും വേണം. ഇപ്പം ഞാൻ ഇത് എഴുതിയിട്ട് ഒരു സോങ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് പറയണം. ക്രാഫ്റ്റാണോ, ജേർണലാണോ, എന്താണെന്ന് കമൻറ്റ് ഇടണം. ചിലരൊക്കെ സൂപ്പർ എന്നൊക്കെ ഉണ്ട്. ഇപ്പം 400 ഞാൻ പറഞ്ഞുതരാം. 400 ആയി നമുക്കിപ്പം സബ്സ്ക്രൈബേഴ്സ്. 430 അങ്ങനെ എന്തോ ആണ് തോന്നുന്നു. അപ്പം അത്രയും ആക്കി തന്നതിനൊക്കെ എല്ലാവരോടും നന്ദി. ഇനിയും ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് തന്നെ. പിന്നെ ഇത് ഈ ചാനൽ കിട്ടണമെങ്കിൽ അപ്ലോഡ് ആവണ്ടേ. അപ്പം ഞാൻ അതിൽ നോക്കിയിട്ട് എനിക്കൊന്നും കിട്ടില്ല. എന്തായാലും ഞങ്ങൾക്ക് 413 സബ്സ്ക്രൈബേഴ്സ് കാണുന്നുണ്ടാവും. കാണുന്നുണ്ടോ? തല കുത്തനെ ഉണ്ടാവുക അത്. അപ്പം ഞാൻ ഈ ന്യൂസ് എഴുതട്ടെ. ന്യൂസ് ഒന്ന് ഇടുമ്പോൾ ഞാൻ വീഡിയോ ഇറങ്ങാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാൻ വീഡിയോ തുടങ്ങാണ്. ഇനി ഞാൻ വേഗം ന്യൂസ് എഴുതട്ടെ, അല്ലെങ്കിൽ എനിക്ക് നാളെ ടീച്ചറിന് ചീത്തക്കും. പിന്നെ നമുക്കിപ്പോൾ ഒരു മാർക്കൊക്കെ വെക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വെക്കണതിൽ ഞങ്ങളെ ഗ്രൂപ്പിൻ്റെ മാർക്ക് പോകും. അതിനാണ് ഞാൻ എഴുതുന്നത്. ഞാൻ നിങ്ങൾക്ക് പിന്നെ ഒരു വീഡിയോ കാണിച്ചു തരുന്നുണ്ട്. ഇന്ന് നമ്മളെ സ്കൂളിലത്തെ കുട്ടികൾ ചെയ്തൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ കാണിച്ച് അപ്ലോഡ് ചെയ്യാം. എന്നാൽ എല്ലാവർക്കും ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഞങ്ങളെ സ്കൂളിൽ പഠിച്ച ഹൈസ്കൂളിലത്തെ കുട്ടികൾ ചെയ്തതാ തോന്നുന്നു. എനിക്കത് തോന്നുന്നുണ്ട്. ആണ് മെസ്സേജ് കണ്ടപ്പോൾ. അപ്പം ഞാൻ ഇനി ന്യൂസ് എഴുതാണ്. നിങ്ങളുടെ സ്കൂളിലൊക്കെ ന്യൂസ് എഴുതാണ്ടാവേണ്ടോ? ഇതിപ്പം 4 വരെയുള്ള സ്കൂളിൽ നിന്ന് പോയവരാണെങ്കിൽ ഇപ്പോൾ പുതിയ സ്കൂളൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പറാണോ? എനിക്കിവിടെ കുഴപ്പമില്ല, രസമൊക്കെ ഉണ്ട്, ഇഷ്ടപ്പെട്ട്.
പക്ഷെ ഇവിടെ എത്തിയപ്പം കഴിഞ്ഞ വർഷം പഠിച്ച സ്കൂൾക്ക് തന്നെ കുത്തിരുന്ന് പഠിക്കാൻ തോന്നും. ഇപ്പോഴും നല്ല തന്നെ ആയിരുന്നെങ്കിൽ തോന്നും. അപ്പം ഞാൻ ഇപ്പോൾ ഒരു ന്യൂസ് എഴുതി കഴിഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങളും പറഞ്ഞു തരാം. ആരും സ്കിപ്പ് ചെയ്ത് കാണരുത്, എല്ലാവരും ഫുൾ കാണുക. ചിലവർ സ്കിപ്പ് ചെയ്തിട്ടൊക്കെ കാണുന്നുണ്ട്. എല്ലാവരും 500 അല്ലെങ്കിൽ 1000 വരെ ആക്കി തന്നാലോ, ഒരു 2000 ആക്കിയാലോ 1000 ആക്കി തന്നാലോ നിങ്ങൾക്ക് ഈ ചാനലിൽ ഉള്ള എല്ലാവർക്കും, എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും എനിക്ക് അതിൽ കാണും. എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടും. ഗീവ് അവേ ഫസ്റ്റ് ഞാൻ അങ്ങനെ കൊടുക്കുക. ഇപ്പോൾ 2000 ആകുമ്പോഴാണ് ഇപ്പം ഇങ്ങനെ തിരഞ്ഞെടുത്ത് കൊടുക്കുക. ഫസ്റ്റ് എല്ലാവർക്കും കിട്ടും. അപ്പം എല്ലാവർക്കും മെസ്സേജ് അയക്കാൻ എങ്ങനെ നിൽക്കാറില്ല, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരേണ്ട ഒരു വീഡിയോയിൽ വന്നിട്ട്. അപ്പം എല്ലാവരും വേഗം നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. നിങ്ങളിൽ ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അയക്കുക. ഫ്രണ്ട്സിനോട് വേറെ സ്കൂളിൽ നിന്നോ മദ്രസ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ അയച്ചു കൊടുക്കാൻ പറയാം. അപ്പം നമുക്ക് തോനെ സബ്സ്ക്രൈബേഴ്സ് ആവും. ഓരോടും എല്ലാ കുടുംബക്കാർക്കൊക്കെ അയച്ചെടുക്കാൻ പറയാം. അപ്പോൾ തോനെ സബ്സ്ക്രൈബേഴ്സ് ആവും. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഫസ്റ്റത്തെ ഗീവ് അവേ എല്ലാവർക്കും ഞാൻ തരും. മീൻസ് ഫസ്റ്റ് ഒരു എല്ലാവർക്കും കൊടുക്കും. പിന്നെ ഗീവ് അവേ വെച്ചാൽ കൊടുക്കുന്നത് 4-5 ആൾക്കാരെ തിരഞ്ഞെടുത്തിട്ടാണ്. ഞാൻ ചിലപ്പം എന്തായാലും 1000 ആകുമ്പം കിട്ടിയെന്ന് വരും, ചിലപ്പോൾ 2000 ആകുമ്പോഴാണ് കിട്ടിയെന്ന് വരും. എന്തായാലും 1000ൻ്റെ മുകൾക്കായാൽ എന്തായാലും നിങ്ങൾക്ക് ഗീവ് അവേ ഉണ്ടാവും. അപ്പം ഞാൻ ഇങ്ങനെ ഓരോ ഇത് എഴുതട്ടെ. എനിക്ക് തോന്നുന്ന ന്യൂസൊക്കെ എഴുതാണ്ട്. നിങ്ങളെൻ്റെ സ്കൂൾ തുറന്നിട്ട് എൻ്റെ കുപ്പി കണ്ടിരുന്നു. പിന്നെ ഞാൻ സ്റ്റിക്കർ മാറിയതുള്ളത്. ഇവിടെ ഞാൻ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചത്. ഏതാ ഇവിടെയും ഞാൻ ഒരു സ്റ്റിക്കർ. ഇതിൻ്റെ ഫ്രണ്ടാണ്. എനിക്ക് ഇതിൻ്റെ കൂടെ സ്റ്റിക്കർ മാറിയുള്ളതായതുകൊണ്ട് ഇവിടെ എനിക്ക് സ്റ്റിക്കർ കിട്ടില്ലായിരുന്നു. ഓക്കെ, അപ്പം ഞാൻ എഴുതണ സ്റ്റഡി ടേബിൾ എങ്ങനെയെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അധികം പേർക്കും കണ്ട് പരിചയമില്ല, പക്ഷെ ഞാൻ വീഡിയോയിൽ ഇതുവരെ ആ സ്റ്റഡി ടേബിൾ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഞാൻ പഠിക്കുന്ന സ്റ്റഡി ടേബിൾ. കാരണം ഇതിൻ്റെ അടിയിൽ കണ്ടോ ഒരു മേശയുണ്ട്, അതിനൊപ്പം തുറക്കില്ല. ഇതിൻ്റെ ഉള്ളിൽ എൻ്റെ ഒരു പെന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫോം വെക്കാം. ഇവിടെയും ഫോം, ഇവിടെ നമ്മളെ പെന്നോ അങ്ങനെ എന്തെങ്കിലും കുത്തി വെക്കാം. ഇവിടെ പെന്നോ പെൻസിലോ അല്ലെങ്കിൽ ഇതുപോലെ വാട്ടർ ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വയ്ക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വയ്ക്കാം. ഈ സ്റ്റഡി ടേബിളിൽ കൊണ്ടുവന്നിട്ടാണ്. ഇപ്പം സാധാ സ്റ്റഡി ടേബിളിൽ ആരുമില്ല. അപ്പം ഒരു പേജ് ഉള്ളപ്പം നമുക്ക് ഇവിടെ ഇരുന്ന് ചെയ്യുമ്പോൾ ഞാൻ സുഖമാണ്. ഇഷ്ടമുള്ളിടത്തൊക്കെ ഇത് കൊണ്ടുവെക്കാം. ഞാനെങ്കിൽ ആ റൂമിൽ നിന്ന് മാത്രമല്ല ചെയ്യുന്നുള്ളൂ. അപ്പം ഇതാണ് യൂസ് ചെയ്യുന്നത്. ഫോൺ പെട്ടെന്ന് ഓഫായിപ്പോയി. അപ്പം എന്തായാലും ഈ വീഡിയോ ചെയ്തിട്ട് ഞാനൊരു സോങ് വിടുന്നുണ്ട്. ഏതിൻ്റെ സോങ് ആണെന്ന് നിങ്ങൾ ഗസ് ചെയ്ത് ഇതിൻ്റെ അടിയിൽ വേഗം കമൻറ്റ് ഇടണം ഈ വീഡിയോൻ്റെ. അപ്പം ഞാൻ എഴുതട്ടെ. ഓക്കെ, പിന്നെ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. എന്താണെന്ന് പറയണം. യെസ്, ഇന്ന് നമ്മളുടെ ലഹരി വിരുദ്ധ ദിനമാണ്. ഈ വീഡിയോ കാണുന്നവരും ആരും ലഹരി ഉപയോഗിക്കുകയേ ചെയ്യരുത്. ലഹരിയല്ല നമ്മുടെ ജീവിതം. സാധാരണ ലഹരി ഒന്നും ഉപയോഗിച്ചിട്ടല്ല നമ്മളെ ജീവിതം തന്നെ ഒരു ലഹരിയാണ്. അതിലേക്ക് ലഹരി വസ്തുക്കളൊന്നും വേണ്ട. ലഹരി ആരും യൂസ് ചെയ്യരുത്. ഓക്കെ, അത് നമ്മുടെ വളർച്ചയ്ക്കും അല്ലാതെ നമ്മളെ മരണത്തിലേക്ക് എത്തിക്കും.
നാളേക്ക് സിഗരറ്റൊക്കെ വലിച്ചാൽ ക്യാൻസർ വരും. ഇപ്പോൾ വയസ്സായവർ അങ്ങനെയൊക്കെ ചിലരൊക്കെ ഉണ്ടാവും. എന്നാലും നിങ്ങൾ കാണുന്നവരോടൊക്കെ പറയണം ചെയ്യരുത്. കാണുന്നവരെ വെച്ചാൽ കുടുംബത്തിലുള്ളവരും അയൽവാസികൾ അങ്ങനെ നിങ്ങളോട് കൂട്ടിന് നിൽക്കുന്നവരുണ്ട്, അവരോടൊക്കെ പറയണം യൂസ് ചെയ്യരുത്. എന്തായാലും ഈ വീഡിയോ കാണുന്ന ആരെയും സമ്മതിക്കുകയും ചെയ്യരുത്, നിങ്ങൾ ചെയ്യരുത്. ഓക്കെ. ഞങ്ങൾക്ക് സ്കൂളിൽ ഇതിനെ പറ്റി ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ടീച്ചറൊക്കെ പറഞ്ഞു തന്നിരുന്നു, നിങ്ങൾ ഓരോ നെയിം ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സിൻ്റെ നെയിം കമൻറ്റ് ചെയ്താൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്ത നെയിമിനാണ് അതിൻ്റെ നെയിം മീറ്റിംഗ് ചലഞ്ചൊക്കെ ഉണ്ടാവും. ഫസ്റ്റ് ആരുടെ നാളെ ആകുമ്പോഴത്തേനും ഇടുന്നത് ഇതാവും ഏറ്റവും ഫസ്റ്റ് ഇട്ടത്. അതിനേക്കുള്ള സാധനമൊക്കെ എനിക്ക് ഒപ്പിക്കണം. സാധനമൊക്കെ ഉണ്ട്. എല്ലാവരും വേഗം അവൻ്റെ നെയിമൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ. ഇന്നലെ ബഹിരാകാശത്തേക്ക് ആരാ പോയത്? ഇതൊരു ക്വിസാണ്, ഒരു ക്വസ്റ്റ്യന്. ഇന്നലെ ബഹിരാകാശത്തേക്ക് പോയത് ആരാണ് എന്ന് പറഞ്ഞു ഈ വീഡിയോൻ്റെ അടിയിൽ ഗൂഗിളിൽ ഒന്നിനും നോക്കാതെ പത്രം വായിച്ചാൽ അങ്ങനെ എന്തെങ്കിലും കിട്ടും. പത്രം ഉള്ളവർ, ഇല്ലാത്തവർ കുഴപ്പമില്ല, ഇങ്ങനെ ഇട്ടാലും മതി. അപ്പം ഇതാവുമ്പോൾ ഇങ്ങനെ അടുത്തേക്ക് നീക്കുക, അങ്ങോട്ട് കാക്കുക ഒക്കെ ചെയ്യാം. അതുകൊണ്ടാണ് എനിക്കിഷ്ടം ഈ സ്റ്റഡിറ്റും. കാരണം ഇവിടെ നിന്നാണ് ലേറ്റ്, സൈഡിലേക്ക് ആക്കുമ്പോൾ അവിടെ നിന്നും ഇവിടെ നിന്ന് ലേറ്റ് ഉണ്ട്. ഇതാണ്. അപ്പം ഞാൻ എഴുതിയിട്ട് തുടങ്ങാം. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും പാട്ട് എനിക്ക് പാടണം എന്നുണ്ടെങ്കിൽ ഞാൻ പാടും. ഇപ്പം എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു പാട്ടുണ്ട്, അത് ഞാൻ പാടാം. അക്കുത്തിക്കുത്താന അസ്ഥിക്കുള്ളിൽ നീയ ഇഷ്ടം കൂട്ടാൻ വവാ ക്യൂട്ടി പെണ്ണേ, പുഞ്ചിരി എന്തോ മാതിരി ഷോക്കേറ്റപ്പോൾ നിന്റെ തൊട്ടടി അറ്റ ട ട അങ്ങനെയൊക്കെ എനിക്കറിയുള്ളൂ. എനിക്കറിയുന്ന മാതിരി ഞാൻ പാടി തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് ഞാൻ ഒരു പാട്ടിൻ്റെ വീഡിയോ ആയിട്ട് വരാം. അപ്പം എല്ലാവരും നമുക്ക് തോന്നി സബ്സ്ക്രൈബേഴ്സിനാക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. അപ്പം ഇത്രയും ആക്കി തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ചാനൽ തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് 300 സംതിങ് ഉണ്ട്. ഇതിന് മുന്നേ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും, ഫസ്റ്റ് ഒരു വൈദ്യരെ കുറിച്ച്. അതിന് തന്നെ തോനെ ഇതുണ്ടായിന്. അത് ഞാൻ വെറുതെ അറിയാതെ എന്തോ ഇട്ട് പോയപ്പോൾ വന്നതാണ്. പിന്നെ തന്നെ എന്തൊക്കെ വന്നപ്പം ഞങ്ങൾക്ക് അപ്പം എനിക്ക് നല്ല സന്തോഷമായിരുന്നു. അപ്പം എല്ലാവർക്കും നാളെ സ്കൂളുണ്ടോ? എനിക്ക് നാളെ സ്കൂളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇരുന്ന് ഹോംവർക്ക് ചെയ്യുന്നത്. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.